നമ്മുടെ കേരളത്തില് ബീഫ് കഴിക്കാൻ ആക്രോശിക്കുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. നിങ്ങൾ കേട്ടില്ലേ? അനു ബീഫ് കഴിക്ക്. അപ്പൊ പറയുന്നു ഡയറ്റ് ആയിട്ടാണ്, എനിക്ക് വേണ്ട. ഡയറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ BJP ആയിട്ടാണോ എന്ന് എടുത്ത് ചോദിക്കുക. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. ഈ ഷിയാസ് കരീം ഏതെങ്കിലും ഒരു മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തിയോട് ഇന്ന പേര് വിളിച്ചിട്ട് പന്നി കഴിക്കുന്നേ പന്നി കഴിക്ക് എന്നിട്ട് അവര് പറയാണ് താല്പര്യമില്ല എന്ന് പറയുമ്പോ അതെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അല്ല നീ മുസ്ലിം ലീഗ് ആയിട്ടാണോ എന്ന് ചോദിക്കൂ. 100% ഞാൻ യോജിക്കുന്നു. നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ആയിട്ടാണോ, UDF ആയിട്ടാണോ, കോൺഗ്രസ് ആയിട്ടാണോ എന്ന് ചോദിക്കൂ. അല്ലെ CPM ആയിട്ടാണോ എന്ന് ചോദിക്കൂല. ഇവരൊക്കെ ഒരു വർഗീയവാദിയാ, നല്ല ഒന്നാന്തരം സുഡാപ്പിയാ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. എത്ര നെറികെട്ടവരാണെന്നോ. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? ഇത് മലയാളികൾ തിരിച്ചറിയണം. ഈ ജാതി കുറെ ഊളകളുണ്ട്. ഈ ഷിയാസ് കരീമിനെയൊക്കെ ഇവരെന്തോ വലിയ സംഭവമാണ്. അതേസമയം രാജ്യം അടക്കി ഭരിക്കുന്ന ആളുകള്, രാജ്യം ഭരിക്കുന്ന പാർട്ടി വളരെ മോശമായെന്നൊക്കെ പറയും. ഇവരെന്തോ ഒരു നാണമില്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും.